ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ക്ലാസ് റൂം ഓഫ് ദി എലൈറ്റ് സീസൺ 4 എപ്പിസോഡ് നമ്പർ 3 ആണ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക. 25 ലൈക്സ് ആണ് ഈ വീഡിയോയുടെ ടാർഗറ്റ്. 25 ലൈക്സ് എപ്പോഴാവുന്ന അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. സോ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ അയനക്കോജി പോയിന്റ്സ് കുറയുന്നെന്ന് മാത്രമല്ല, ഹോസന്റെ ലക്ഷ്യം അവർ എങ്ങനെയൊക്കെ പെയർ ചെയ്താലും അവന് ഒരുപാട് പോയിന്റ്സ് കിട്ടും. കാരണം ആ പോയിന്റ്സ് അവന് വിൽക്കണം. അവൻ ലോ സ്കോർ ഉള്ള സ്റ്റുഡൻസിനെ പെയർ ആക്കുന്നതിലും ആക്റ്റീവാണ്. നനാസെ അയനക്കോജി പറഞ്ഞത് ശരിയാണ്. ഹോസൻ നമ്മുടെ ക്ലാസ്മേറ്റ്സിന്റെ അടുത്ത് നിന്ന് ഒരു പേയ്മെന്റും വാങ്ങുകയില്ല. അവന് വേണ്ടത് എല്ലാവരുടെയും മുകളിലും ഒരു റൂൾ ചുമത്തുക എന്നുള്ളതാണ്. ഓർഹിറ്റ്, എനിക്ക് പ്ലേയിങ് ഫീൽഡിൽ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഉണ്ടാക്കണം. എന്റെ തീരുമാനം ഹോസനെ അറിയിക്ക്. ഞാൻ എന്തിനും തയ്യാറാണ്. ഞാൻ എന്നാലും അവനെ വിളിക്കാം. പിന്നീട് ഫോണിൽ ഹോസൻ, ഞങ്ങൾക്കത് ചെയ്യാൻ താല്പര്യമില്ല. ഓർഹിറ്റ്, നീ ഇത് റെഫ്യൂസ് ചെയ്യുകയാണോ? അതെ. അനാസെ തടയാൻ നോക്കുമെങ്കിലും ഹോസൻ, നീ ഇതിനു ശേഷം എന്നോട് സംസാരിച്ചിട്ടെങ്കിൽ ഞാൻ നിന്നെ ആദ്യം കൊല്ലും. എനിക്ക് ആ സാധനം കിട്ടിയില്ല. നീ ഹോർഹിറ്റയോട് മീറ്റ് ചെയ്യണം. അടുത്ത തവണ നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്സ് നിന്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. നനാസെ അവരോട് സോറി പറയും. ഹോർഹിറ്റ്, അതൊന്നും വേണ്ട. നീ ഞങ്ങളെ നല്ലവണ്ണം സഹായിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്റെ ഉദ്ദേശം ഹോസനെ അറിയിക്കണമായിരുന്നു. ഞാനത് ചെയ്തു. പിന്നീട് അയനക്കോജി കുക്ക് ചെയ്യുമ്പോൾ കെ വിളിക്കും. നീ ഞാൻ പറഞ്ഞ സാധനം രാവിലെ തന്നെ ചെയ്തോ? അതെ. ഞാൻ ക്ലർക്കിനോട് സംസാരിച്ചിരുമ്പോൾ ഏപ്രിൽ ഒന്ന് മാത്രം പോയി എന്നാണ് പറഞ്ഞത്. ഏതോ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ് അത് വാങ്ങാൻ ശ്രമിച്ചത്. പക്ഷേ അത് ചെക്ക് ചെയ്തതിനു ശേഷം മറ്റൊരു സ്റ്റുഡന്റ് പറഞ്ഞ് അത് തിരികെ എടുത്തിട്ടുണ്ട്. അയനക്കോജി ആരാണ് അത് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞത്? ക്ലർക്കിന് അതറിയില്ല. പക്ഷെ ഒരു പെണ്ണാണെന്നാണ് പറഞ്ഞത്. നിന്റെ സഹായത്തിന് നന്ദി. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ആ, കുഴപ്പമില്ല. എന്നാ നീ നാളെ എന്റെ അപ്പാർട്ട്മെന്റിൽ വരുമോ? ടൈം സ്പെൻഡ് ചെയ്യാനല്ല, പഠിക്കാൻ മാത്രമാണ്. പിന്നീട് ക്ലാസ്സിൽ ഒർഹിറ്റ കോയിൻജിയോട്, ഞാൻ കേട്ടു നീ ഇതുവരെ പാർട്ട്ണറിനെ കണ്ടെത്തിയില്ലെന്ന്. അതിന് നിനക്കെന്താ? എന്റെ പാർട്ട്ണർ ആരായാലും ഞാൻ ഈസിയായി എക്സാം ചെയ്യിക്കും. ഒർഹിറ്റ, നീ എന്നെ പാർട്ട്ണറാക്കാൻ ചൂസ് ചെയ്യുമോ? ഇല്ല. കാരണം ഞാൻ ആരോ ആണ് എന്ന് ചിരിച്ചവിടുന്ന് പോകും. പിന്നീട് അവർ നാസിയെ കാണും. ഞാൻ ഹൊസനെ കൺവിൻസ് ചെയ്യാൻ നോക്കിയിരുന്നു എന്റെ കൂടെ വരാൻ. ഹൊറിറ്റെ കണ്ടിട്ട് നീ ഫെയിൽ ആയെന്ന് തോന്നുന്നു. അവൾ അയനക്കോജിയുടെ, നീ എത്രയും പെട്ടെന്ന് മറ്റൊരു വഴി കണ്ടെത്തണം. ഇതിന് നന്നാസെ, ഞാൻ മറ്റൊരു ഓഫർ തരാം. ഞാൻ ചിന്തിക്കുന്ന ക്ലാസ് 1 ഡി ലീഡറിനെ തിരഞ്ഞെടുക്കാൻ അത് കോമ്പറ്റീഷൻ നടത്തണമെന്നാണ്. ഹൊറൈറ്റ്, അത് നിനക്കൊരു ഭാരമാവില്ലേ? എനിക്ക് നിങ്ങളെ വിശ്വസിച്ച് തരുന്ന ഓപ്പർട്ടീസ് കളയാൻ ആഗ്രഹമില്ല. ഹൊറൈറ്റ്, അത് നിനക്കതിന് കഴിയുമോ? ഹുസൻ നമ്മുടെ സൈഡിലാക്കിയിട്ടുണ്ടെങ്കിൽ ക്ലാസ് 1 ഡിയുടെ പ്രശ്നം തീരും. അതുകൊണ്ട് നീ അവന്റെ മൈൻഡ് ചെയ്യാനാക്കാൻ സഹായിക്കണം. നനാസ്, അത് അപകടകരമാണ്. ഓർഹിറ്റ്, എനിക്കതറിയില്ല. ഇത് നമ്മൾ തമ്മിൽ വർക്ക് ചെയ്യാൻ കിട്ടുന്ന നല്ല ചാൻസ് ആണ്. അത് വളരെ കുഴപ്പം പിടിച്ച പണിയാണ്. പക്ഷെ ഞാൻ അതിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 2 ദിവസത്തിനു ശേഷം സൺഡേ നമ്മൾ നിങ്ങളെ കാണുന്നതാണ്. നമ്മൾക്ക് 2 ദിവസത്തിനു ശേഷം കാണാം. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഓർഹിറ്റയുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് സ്റ്റഡി ഗ്രൂപ്പിന് സമയമായി. അയനക്കോജിയോട് അത് നോക്കാൻ പറഞ്ഞ് അവിടുന്ന് പോവും. നനാസെ, ഓർഹിറ്റ സീനാണ്. അതെ, ഞങ്ങളുടെ ക്ലാസിന്റെ ക്ലാസ് ലീഡറൊക്കെയല്ലേ? നനാസെ പെട്ടെന്ന് സീരിയസ് ആയി. അയനക്കോജി, നീ ഏത് തരത്തിലുള്ള ആളാണ്? ഞാൻ ചിന്തിച്ചത് നിങ്ങൾ ഒരു ദുഷ്ടനായ ആളാണെന്നാണ്. അയനക്കോജി, നീ എന്താണ് പറഞ്ഞു വരുന്നത്? വൈറ്റ് റൂം സ്റ്റുഡന്റ് എല്ലാം കൃത്യമായി പരിശോധിക്കണം. അവർ മറ്റുള്ളവരെക്കാൾ ബെറ്റർ ആണെന്ന് തെളിയിക്കണം. പക്ഷെ നീ ഏത് വൈറ്റ് റൂം സ്റ്റുഡന്റിനെയാണ് ഉദ്ദേശിക്കുന്നത്? നനാസെ, ഞാനൊന്നും പറഞ്ഞില്ല. പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങും. അയനക്കോജി, നിനക്ക് ബോധമുണ്ടോ? നിലനിൽപ്പിന് ആ പ്രൊട്ടക്ഷൻ പോയിന്റ്സ് വേണം. അതുണ്ടോ? ഇല്ല. നിനക്ക് ആലോചിച്ചെടുക്കാം. ഞാൻ നിന്നോട് ഞങ്ങളെ സഹായിച്ചതിന് കടപ്പെട്ടിരിക്കുന്നു. നനാസെ എന്നിട്ട് അവിടുന്ന് പോവും. പിന്നീട് നമ്മൾ കാണുന്നത് അയനക്കോജി പറഞ്ഞതനുസരിച്ച് കെ അയനക്കോജിയുടെ റൂമിൽ വിടുന്നതാണ്. നീ ഇവിടെ പഠിക്കാൻ മാത്രമാണ് വന്നത്, മറ്റൊന്നും ചിന്തിക്കരുത്. അവരെന്നിട്ട് പഠിക്കാനിരിക്കും. നിന്റെ അക്കാഡമിക് അച്ചീവ്മെന്റ് റാങ്കിങ് സി അല്ലേ? പക്ഷെ നിനക്ക് വേണമായിരുന്നെങ്കിൽ നല്ല സ്കോർ കിട്ടില്ലായിരുന്നോ? നീ എന്താണിത് എത്ര പാട്ടുപെട്ട് ഹൈഡ് ചെയ്തിരിക്കുന്നത്? എനിക്കധികം അറിയപ്പെടാൻ താല്പര്യമില്ല. ഈ വരാൻ പോകുന്ന എക്സാമിൽ എത്ര മാർക്കാണ് സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 400. പക്ഷെ അത് നിനക്ക് പ്രശ്നമില്ലേ? അവിടെ നിന്നിട്ട് കുറച്ചു നേരം ഒരുമിച്ച് ഇരുന്ന് പഠിക്കും. അപ്പോഴായിരിക്കും കേക്ക് ഒരു റെഡ് ഹെയർ കിട്ടുക. അവൾ, ഇവിടെ എന്താണ് നടക്കുന്നത്? ഇത് തീർച്ചയായും ഒരു പെണ്ണിന്റെ മുടിയാണ്. അപ്പോഴായിരിക്കും ഈശിക ബെല്ലടിക്കുക. ഈ ടെൻഷനായി, ഇവളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വാതിലിന്റെ അടുത്തേക്ക് പോകും. ഈശിക, ഇത് അയനക്കോജിയുടെ അപ്പാർട്ട്മെന്റ് അല്ല. അയനക്കോജി വന്ന്, അതെ. നിനക്ക് എന്തെങ്കിലും സഹായം വേണോ? നിനക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പിന്നീട് വരാം. കെ അവളെ കടത്തിവിടാൻ പറയും. അവൾ അകത്തേക്ക് വന്ന്, നീ ഒരു സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് അല്ലേ? നിന്റെ പേരെന്ന്? കറോസവ. കെ, നീ അയനക്കോജിയുടെ ഗേൾഫ്രണ്ട് ആണോ? കെ ടെൻഷൻ, അത് നിന്റെ പണിയല്ല.
പിന്നെ നീ അയനക്കോജിയുമായുള്ള ബന്ധം എന്താണ്? അത് കുറച്ച് പറയാനുണ്ട്. അവൾ എൻ്റെ വേണ്ടപ്പെട്ട ഒരു സാധനം ഇവിടെ കളഞ്ഞു പോയി എന്ന് പറഞ്ഞ് അവിടെ നോക്കും. ഇച്ചിക അയനക്കോജിയോട് ഒന്ന് സഹായിക്കാൻ പറയും. അയനക്കോജി എന്നിട്ട് നോക്കും. നീ എൻ്റെ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞില്ല. അവൾ അയനക്കോജി എൻ്റെ പേഴ്സണൽ ഷെഫാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? അയനക്കോജി അവൾ സൂഡോന്റെ പാർട്ട്ണറാണ്. ഞാൻ അവൾക്ക് ഒരു പ്രാവശ്യം കുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നീ എന്താണ് ഇത് സൂഡോന്റെ പാർട്ട്ണറിന് കുക്ക് ചെയ്ത് കൊടുക്കുന്നത്? ഞാൻ കിച്ചണിൽ പോവാമെന്ന് പറഞ്ഞ് അവിടേക്ക് പോവും. അയനകോജി അവൾ ഉദ്ദേശിക്കുന്നത് ഞാൻ അവൾക്ക് ഒരു തവണ കുക്ക് ചെയ്തു കൊടുത്തിരുന്നു, അതാണ്. അവൾ അത് ഫ്രിഡ്ജിന്റെ അടിയിൽ നിന്ന് കെട്ടി ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകേണ്ട എന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങും. ഞാൻ നിങ്ങൾക്ക് ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഗേൾഫ്രണ്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവും. കേക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് പുറത്ത് അയനക്കോജി 105 പേഴ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും സക്കാനാക്കി അവിടേക്ക് വരിക. അവൾ ഈ വർഷം നിനക്കെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഞാൻ ഹൊർഹിറ്റയോടൊത്ത് സൂഡോയുടെ പാർട്ട്ണറിനെ കണ്ടെത്താൻ സഹായിച്ചതാ. അത്രയേയുള്ളൂ. നിന്നെ പുറത്താക്കാൻ ഒരു വൈറ്റ് റൂം അസാസിൻ ഇവിടെ വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. എന്നാൽ ഇനി ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ പോകുന്നില്ല. നിന്നെ കണ്ടത് നിനക്കിതുവരെ പാർട്ട്നേഴ്സിനെ കിട്ടിയില്ലെന്ന് തോന്നുന്നു. നിനക്കെന്റെ അസിസ്റ്റൻസിന് വേണോ? അത് വേണ്ട. നിനക്കെന്റെ തീരുമാനത്തിൽ വിശ്വാസമില്ലേ? എനിക്ക് നിന്നെ സ്കിൽസിനെ കുറിച്ച് നല്ലവണ്ണം അറിയാം. പക്ഷെ എനിക്ക് വേണ്ടത് ഞാൻ തന്നെ ചെയ്യും. എന്നാൽ ശരി, ഞാൻ നിന്റെ ബാറ്റിൽ കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് കാണാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവും. അപ്പോഴായിരിക്കും 2 സ്റ്റുഡൻസ് വന്ന്. നീയല്ലേ? കോജി ക്ലാസ് 2 ഡിയിൽ നിന്ന്. ഞാൻ ഒട്ടോമിയ ക്ലാസ് 1 സിയിൽ. ഇവൾ സുബാക്കി. ഞങ്ങൾക്ക് അത്ഭുതമുണ്ട്. ഞങ്ങൾക്ക് ഇവളെ പാർട്ട്ണറാക്കാൻ സംസാരിക്കാം. അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറും. ഇത് കുറച്ച് പെട്ടെന്നായി പോയി. പക്ഷേ പറയാതിരിക്കാൻ സാധിക്കില്ല. സുബാക്കി, എനിക്കൊരു റിലേഷൻഷിപ്പ് വേണം. പിന്നീട് അതോർത്ത് നിനക്ക് കുറ്റബോധം ഉണ്ടാവരുത്. അയനകോജി, എനിക്ക് ആഗ്രഹമുണ്ട്. എന്നോട് ചോദിക്കുന്നതിന് മുമ്പേ എത്ര ആളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്? ഇല്ല, നീയാണ് ആദ്യം. അതിനൊരു കാരണമുണ്ട്. ക്ലാസ് എയും സിയും തീർച്ചയായും പ്രൈവറ്റ് പോയിന്റ്സ് ആണ് ചോദിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. എനിക്ക് ഇതുവരെ ഒരു പാർട്ട്ണറെ വേണ്ടായിരുന്നു. പക്ഷെ ഒരു മത്സരാർത്ഥി എന്ന നിലയ്ക്ക് നമ്മൾ വിവരങ്ങൾ അനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യുക. ഇത് വളരെ മോശമാണ്. ഞാൻ വേഗത്തിൽ മറ്റൊരാളെ കണ്ടുപിടിച്ചാലോ? എന്നിട്ട് അവന്റെ നമ്പർ കൊടുക്കും. ഞാൻ നിങ്ങളെ തീർച്ചയായും കോൺടാക്ട് ചെയ്യും. എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവും. ഇവരുടെ രണ്ടുപേരുടെയും പേര് എന്റെ മനസ്സിൽ ഓർത്തിരിക്കണം. പിന്നീട് കാണുന്നത് കെയും ഒരു തീയും സംസാരിക്കുന്നതാണ്. നീയാണ്ടാണ് ഹിരാട്ടയോട് ബ്രേക്കപ്പ് ചെയ്തത്? ഞാൻ നിന്നോട് ഇത് മുമ്പേ പറഞ്ഞതല്ലേ? അതെ. പക്ഷേ നിനക്ക് വേണ്ടത് കിട്ടാത്തത് കൊണ്ടാണോ നീ അവനെ ബ്രേക്കപ്പ് ചെയ്തത്? നീ എന്തൊക്കെയാണ് ഇത് പറയുന്നത്? മറ്റവൾ നീ അയനക്കോജിയെ രഹസ്യമായി ഡേറ്റ് ചെയ്യുകയല്ലേ? ഞാൻ നിന്നോട് ഇതിനു മുമ്പേ അയനക്കോജിയുമായി അടുപ്പത്തിലാകാൻ സഹായിച്ചെന്ന് ചോദ്യം ചോദിച്ചതല്ലായിരുന്നോ? അന്ന് നിനക്ക് അവന് ഇഷ്ടമല്ലായിരുന്നു. സത്യം എന്താണെന്ന് പറ. ശരിയാണ്, ഞങ്ങൾ ഡേറ്റിംഗിലാണ്. ഇത് ആരംഭിച്ചത് സ്പ്രിംഗ് ബ്രേക്കിന് കുറച്ച് മുമ്പാണ്. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അവൻ എത്ര കാലമായി നിന്നെ കൊല്ലുന്നു? അതങ്ങനെയൊന്നുമില്ല. അവൻ ഇടയ്ക്ക് ഓരോ റിക്വസ്റ്റ് ചോദിക്കും, ഞാൻ സഹായം ചെയ്യും. പെട്ടെന്ന് അവൾ അടിക്കും. സാരമില്ല, ഞാനാണ് നിന്നോട് ക്ഷമ ചോദിക്കേണ്ടത്. നീ സ്നേഹിച്ച ആളെ ഞാൻ സ്നേഹിച്ചതിന്. അങ്ങനെയൊന്നുമില്ല. അയനക്കോജി ഹിറാറ്റിയേക്കാൾ നല്ലവനാണ്. പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിക്കും. അവർ തമ്മിലുള്ള പ്രശ്നം അവിടെ കഴിയും. പിന്നീട് നമ്മൾ കാണുന്നത് അയനകോജിയാണ്. സൺഡേ ഇപ്പോഴാണ് നനാസെ ഫോസനുമായി മീറ്റ് ചെയ്യാൻ ടൈം കണ്ടെത്തിയത് എന്ന് പറഞ്ഞ് സൂഡോ അവിടെയുണ്ടാവും. അവന്റെ അടുത്തേക്ക് വരും. അയനകോജി, നീ ഇപ്പോൾ സ്റ്റഡി എൻജോയ് ചെയ്യുന്നില്ലേ? ഇല്ല. പക്ഷേ സുസനയുടെ മോട്ടിവേഷനാണ് എന്നെ പഠിപ്പിക്കാൻ പ്രചോദിപ്പിക്കുന്നത്. ഞാൻ അവളെ പുറത്തു പോകാൻ വിളിച്ചിരുന്നു. നിനക്ക് അവൾ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. സൂഡോ, അവൾക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ടെൻഷനുണ്ട്. നമ്മുടെ ക്ലാസ്സിനെ ഓർത്തും. അടുത്ത 2 വർഷത്തേക്ക് ഞാൻ എന്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എന്റെ വീക്ക്നെസ് ഒക്കെ ക്ലിയർ ചെയ്യും. കൂടാതെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ആവുന്ന സമയത്ത് എനിക്ക് മാത്രമേ പുറത്തുനിന്ന് നിങ്ങളെ സഹായിക്കാൻ പറ്റൂ. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഹൊർഹിറ്റ് അവിടേക്ക് വരിക. അങ്ങനെ അവർ 3 പേരും ഹൊസനെ കാണാൻ വരും. സൂഡോ ആണെങ്കിൽ ഇവന് പുറത്തെവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്തായിരുന്നു. ഹൊർഹിറ്റ് റാഷായി ഒന്നും പറയരുത് എന്ന് പറയുമ്പോഴായിരിക്കും നനാസയും ഹൊസനും കൂടി അവിടേക്ക് കടന്നു വരിക. അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ ബൈ ബൈ.